അപ്പോൾ അതിൽ മെഷീൻ ഇൻഡിപെൻഡൻറ്റിലുള്ള കോഡ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് 2 ടൈപ്പ് ഉണ്ട്, ഫങ്ഷൻ പ്രിസർവിങ് ട്രാൻസ്ഫോർമേഷനും ലൂപ്പ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സും. 2 ടൈപ്പ് ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഫങ്ഷൻ പ്രിസർവിങ് ട്രാൻസ്ഫോർമേഷൻസ് ഫസ്റ്റ് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്, കോമൺ സബ് എക്സ്പ്രഷൻ എലിമിനേഷൻ. അപ്പോൾ എന്താണ് സബ് എക്സ്പ്രഷൻ നോക്കാം. അതായത് നമ്മളിപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എടുക്കാം. A = B + C, B = A - D, C = B + C, D = A - D. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ എയുടെയും സിയുടെയും എക്സ്പ്രഷൻ സെയിം ആണ്, അതുപോലെ ബിയുടെയും ഡിയുടെയും എക്സ്പ്രഷൻ സെയിം ആണ്. പക്ഷേ നമ്മൾ ടെക്നിക്കലായിട്ട് നോക്കുമ്പോൾ ഫസ്റ്റ് A = B + C എന്ന് വന്നു. അതിന് ശേഷം ബിന് എന്ത് വരുന്നുണ്ട്, ഒരു ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. അതായത് ബി എന്ന് പറയുന്നത് A - D ആവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് C = B + C വരുന്നത് അല്ലേ. അപ്പോൾ ഈ എയും ഈ സിയും എന്ത് ആവണമെന്നില്ല, എക്സ്പ്രഷൻ സെയിം ആണ്, പക്ഷേ ഇടയിൽ ഈ ബിയുടെ ചേഞ്ച് വന്നപ്പോൾ അതെന്താവണമെന്നില്ല, രണ്ടും സെയിം ആവണമെന്നില്ല, എയും സിയും സെയിം ആവണമെന്നില്ല. പക്ഷെ നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ നോക്കിയാൽ B = A - D, D = A - D. അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഇപ്പോൾ A - D വന്ന ശേഷം പിന്നെ എക്കോ ബിക്കോ ഡിക്കോ ഒന്നും വേറെ ചേഞ്ച് വരുന്നില്ല. പിന്നെ ഡയറക്റ്റ് പോകുന്നത് ഏതിലേക്കാണ്, D = A - D ആണ്. അപ്പോൾ ഇതിൽ ബിയും ഡിയും വാല്യൂസ് സെയിം ആയിരിക്കും അല്ലേ, പക്ഷേ എയും സിയും വാല്യൂസ് സെയിം ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഈ എക്സ്പ്രഷനിൽ എയും സിയും എക്സ്പ്രഷൻ സെയിം ആണെങ്കിലും രണ്ടിൻ്റെ വാല്യൂസ് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ബിയും ഡിയും നോക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂസ് സെയിം ആയിരിക്കും, എക്സ്പ്രഷനും സെയിം ആണ്. അപ്പോൾ ഈ ഡിയുടെ പകരം നമുക്ക് എന്ത് എഴുതാം, ബിയും ഡിയും സെയിം ആയതുകൊണ്ട് D = B എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ ബിയും ഡി ആണ് എന്തെന്ന് പറയുന്നത്, കോമൺ സബ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയാനാണ് ഈ പ്രോസസ്സ് പറയുന്നത് അല്ലേ. അപ്പോൾ D = B എന്ന് പറയുമ്പോൾ ഒന്നുകൂടി കോഡ് ഒപ്റ്റിമൈസ് ചെയ്യുക, കോഡ് സിമ്പിളറായിട്ട് പോയി. ഓക്കെ, അതാണ് കോമൺ സബ് എക്സ്പ്രഷൻ എലിമിനേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഫോൾഡിംഗ് ആണ്. കോൺസ്റ്റൻറ്റ് ഫോൾഡിംഗ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമുക്കിപ്പോൾ പൈയുടെ വാല്യൂ നമുക്ക് 2 രീതിയിൽ എഴുതാം. 22/7 എഴുതാം, 3.14 എഴുതാം. 22/7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും അത് എക്സ്പ്രഷനായിട്ട് മാറാണ്. പൈയുടെ വാല്യൂ 22/7 എഴുതുമ്പോൾ പിന്നെയും എക്സ്പ്രഷനായിട്ട് മാറാണ്. അപ്പോൾ ആ എക്സ്പ്രഷൻ യൂസ് ചെയ്യാണ്ട് ഡയറക്റ്റ് നമ്മൾ 3.14 യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, അതൊരു കോൺസ്റ്റൻറ്റ് യൂസ് ചെയ്യണം. അപ്പോൾ ആ എക്സ്പ്രഷൻ അവിടെ കുറഞ്ഞു കിട്ടിയല്ലോ. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, കോൺസ്റ്റൻറ്റ് ഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് അടുത്ത ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് കോപ്പി പ്രൊപ്പഗേഷനാണ്. കോപ്പി പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ അതായത് F = G എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ എക്സ്പ്രഷൻ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഫിന് പകരം G യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മുന്നേ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ y = x പകരം ഇവിടെ x = A ആയതുകൊണ്ട് y = A എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാൻ പറ്റും അല്ലേ. അതെപ്പോൾ, അത് ആ എക്സ്പ്രഷൻ ആദ്യം ഉണ്ടായിരിക്കണം. അതായത് x = A എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ ആദ്യം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് എക്സിൻ്റെ സ്ഥലത്ത് നമുക്ക് എന്ത് എഴുതാൻ പറ്റുള്ളൂ, A എന്ന് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് കോപ്പി പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് ഡെഡ് കോഡ് എലിമിനേഷനാണ്. അതായത് ഒരു വേരിയബിൾ ലൈവ് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എപ്പോഴും സബ്സീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അതെന്തെന്ന് പറയും, ഡെഡ് എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ ഈ കോപ്പി പ്രൊപ്പഗേഷനും ഇത് തമ്മിൽ റിലേറ്റഡ് ആണ് കേട്ടോ. അതെങ്ങനെയാണെന്ന് പറയാം. അതായത് നമ്മൾ ഈ സെയിം എക്സാമ്പിൾ എടുത്തു, x = A എന്ന് എടുത്തു, y = A B, z = A C. അപ്പോൾ ഈ x കാണുന്ന സ്ഥലത്തൊക്കെ നമ്മൾ എന്താക്കി, A എന്നാക്കി. അപ്പോൾ പിന്നെ ഈ എക്സ്പ്രഷൻ്റെ ആവശ്യം വരുന്നുണ്ടോ, ഇല്ലല്ലോ. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നുകൂടി ഒപ്റ്റിമൈസ് ചെയ്തിട്ട് എന്ത് എഴുതാം, ഈ 2 സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാത്രം എഴുതാം. അപ്പോൾ കോപ്പി പ്രൊപ്പഗേഷൻ വഴിയാണ് എന്ത് എറേസ് ചെയ്യുന്നത്, ഡെഡ് കോഡ് എലിമിനേഷൻ എറേസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ എക്സ്പ്രഷൻ വെറുതെ എഴുതാണ് ഒന്നുകിൽ. അപ്പോൾ അങ്ങനെ വരുന്ന എക്സ്പ്രഷൻസ് എന്തായി പോവും, ഡെഡായിട്ട് പോവും. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് കോഡ് മോഷനാണ്. കോഡ് മോഷൻ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, അതായത് ഒരു ലൂപ്പിലുള്ള ഏതെങ്കിലും ഒരു ലൂപ്പ് ഇൻവേരിയൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്താൽ ലൂപ്പിൻ്റെ പുറത്തേക്ക് എഴുതുന്നതിനാണ് കോഡ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോഡ് മോഷനിൽ എക്സാമ്പിൾ പറയുന്നത് എന്താണ്, ഇപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ നോക്കുക, ഈ ഒരു ലൂപ്പ് നോക്കുക, വൈൽ i < 10 ലൂപ്പിൻ്റെ ഉള്ളിൽ x = y + z, i = i + 1. അപ്പോൾ ഇതിലിപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ലൂപ്പ് ഇൻവേരിയൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാ. അതായത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ലൂപ്പിനുള്ളിൽ i എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. അപ്പോൾ i < 10 ഉണ്ട്, പിന്നെ ലൂപ്പിനുള്ളിൽ i = i + 1 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കളയാൻ പറ്റില്ല, ഈ i = i + 1 നമുക്ക് പുറത്ത് കളയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത് ലൂപ്പ് വേരിയൻ്റ് ആണ്, എന്നുവെച്ചാൽ ലൂപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സംഭവമാണ്. പക്ഷേ ഈ x = y + z എന്ന് പറയുന്നത് എന്താണ്,
അത് ലൂപ്പിൽ കിടന്നാലും കിടന്നില്ലെങ്കിലും എന്താണ് ഒരുപോലെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ x=y+z എന്ത് ചെയ്യുക, ലൂപ്പിൻ്റെ പുറത്തേക്ക് എഴുതാം. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് എഴുതുന്നതിനാണ് എന്ത് പറയുന്നത്, കോഡ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ഇത്രയാണ് എന്ന് പറയുന്നത് ഫങ്ഷൻ പ്രിസേർവിങ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അല്ല, ഒരെണ്ണം കൂടി ഉണ്ട്, ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഡക്ഷൻ വേരിയബിൾ എലിമിനേഷൻ ആൻഡ് റിഡക്ഷൻ ഇൻ സ്ട്രെങ്ത്. അതായത് ഇൻഡക്ഷൻ വേരിയബിൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ലൂപ്പ് കൺട്രോൾ വേരിയബിളാണ്. പിന്നെ റിഡക്ഷൻ ഇൻ സ്ട്രെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓപ്പറേഷനെ ചീപ്പറായിട്ട് ഓപ്പറേഷൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, റീപ്ലേസ് ചെയ്യുന്നു. അതിനാണ് റിഡക്ഷൻ ഇൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ നോക്കുക, അതായത് i=1 ആണ്. വൈൽ i<10 ആകുമ്പോൾ ടിയുടെ വാല്യൂ എന്തായിരിക്കും, i*4 ആയിരിക്കും. അതിനുശേഷം i ഇൻക്രിമെൻറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഈ എക്സ്പ്രഷനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത് ശരിക്കും പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഐയുടെ വാല്യൂ 1 എന്ന് കൊടുത്തു. അപ്പോൾ ടിയുടെ വാല്യൂ എന്തായിരിക്കും, 1 × 4. ടിയുടെ വാല്യൂ ഫസ്റ്റത്തെ വാല്യൂ 4 ആയിരിക്കും. അതിനുശേഷം i ഇൻക്രിമെൻറ്റ് ചെയ്തപ്പോൾ ഐയുടെ വാല്യൂ 2 ആയി. അത് <10 ആണ്. പിന്നെ 2 × 4 എന്ന് പറയുമ്പോൾ അടുത്ത വാല്യൂ 8 ആണ്. അപ്പോൾ ഇവിടെ ടിയുടെ വാല്യൂ എങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്, അടുത്ത് 12 ആവും, പിന്നെ 16 ആവും. അപ്പോൾ 4 വെച്ചിട്ട് ആഡ് ചെയ്തിട്ടാണ് ടിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഇതിന് സംഭവത്തിന് ഒന്ന് ഐ ഒക്കെ മാറ്റിയിട്ട് ജസ്റ്റ് ഒരു വേരിയബിൾ ആക്കുക. അതായത് t=4 ആണ്. t<10 വരെയുള്ള വേരിയബിളാണ്. അപ്പോൾ t<40 ആയിരിക്കും. t=t+4. t+4 എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ വാല്യൂ ടിയുടെ വാല്യൂ 4 ആണ് തന്നിട്ടുണ്ട്. 4 + 4 8. പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ 8 + 4 12 അങ്ങനെ മാറും. അപ്പോൾ ഈ വേരിയബിൾ ലൂപ്പ് കൺട്രോൾ ആയിട്ടുള്ള വേരിയബിൾസിന് എന്ത് ചെയ്യാണ്, എലിമിനേറ്റ് ചെയ്ത് കളയാണ്. അപ്പോൾ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയുമ്പോൾ ഇവിടെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയുന്നത് ഏതാണ്, ഐ ആണ്. ഐനെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു, ആവശ്യമുള്ള മാത്രം നമ്മൾ എടുത്തെഴുതി. അപ്പോൾ അതിനാണ് ഇൻഡക്ഷൻ വേരിയബിൾ എലിമിനേഷൻ എന്ന് പറയുന്നത്. ഈ റിഡക്ഷൻ ഇൻ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ അതായത് ഇതിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓപ്പറേഷൻ ഏതായിരുന്നു, സ്റ്റാർ ഓപ്പറേഷൻ ആയിരുന്നു. അതിന് നമ്മൾ പ്ലസ് ആക്കി.